ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കണ്ണൂർ കാലിക്കറ്റ് VC-മാരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി സിറ്റി പരിധിയിൽ 37 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 12 പേരെ അറസ്റ്റ് ചെയ്തതായും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് IPS. AWH സ്പെഷ്യൽ കോളേജിൽ BASLP കോഴ്സിൽ 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അനധികൃതമായി ഫീസ് ഈടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്ത്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ കാലിക്കറ്റ് VC-മാരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും VC-മാരെ കരിങ്കൊടി കാണിക്കുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ. SFI കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് SFI പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാനാഞ്ചിറ DD ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് കെട്ടി പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിലിരുന്ന് മുദ്രാവാക്യം മുഴക്കി. SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാലിക്കറ്റ് വൈസ് ചാൻസലർമാരെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും ഇരു VC-മാരെയും കരിങ്കൊടി കാണിക്കുമെന്നും ഷിജു ഖാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെയും യൂണിവേഴ്സിറ്റിയുടെയും ആക്ടിലും സ്റ്റാറ്റ്യൂട്ടിലും പറഞ്ഞിരിക്കുന്ന കാലാവധിക്ക് മുമ്പേ പ്രത്യേക പരിഗണനയിൽ PhD പൂർത്തിയാക്കിയിരിക്കുന്നു. PhD ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ MPhil പൂർത്തിയാക്കിയിരിക്കുന്നു. PhD-ക്കും MPhil-നും അദ്ദേഹം നേടിയ യോഗ്യതകളെ സംബന്ധിച്ച് ഗൌരവമായ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അടിയന്തരമായി ഡോക്ടർ ഖാദർ മങ്ങാട് കണ്ണൂർ യൂണിവേഴ്സിറ്റി VC-യെ പുറത്താക്കണം എന്നാണ് SFI ആവശ്യപ്പെട്ടത്. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TK സുമേഷ്, KM നീനു, MK നികേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി 37 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 12 പേരെ അറസ്റ്റ് ചെയ്തതായും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് IPS. ഓപ്പറേഷൻ കുബേര ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായാണ് പോലീസ് ക്ലബിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഏകദിന അദാലത്ത് നടത്തിയത്. നിരവധി പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. ഭൂമിക്ക് വേണ്ടി അഡ്വാൻസ് നൽകിയ പണം തിരിച്ചു നൽകിയില്ലെന്ന ആരോപണവുമായാണ് കുറ്റിക്കാട്ടൂർ സ്വദേശി ലത ഈശ്വർ അദാലത്തിനെത്തിയത്. ചെലവൂരിൽ 4.5 സെന്റ് സ്ഥലം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് രമേശ് ചന്ദ്ര എന്നാൽ 4 ലക്ഷം രൂപ അഡ്വാൻസായി വാങ്ങിയെന്നും പണം തിരിച്ചു നൽകിയില്ലെന്നുമാണ് ഇവരുടെ പരാതി. അയാൾ ഞങ്ങളെ പറ്റിച്ചത് ഒരു ഭൂമി വാങ്ങാൻ വേണ്ടി 4 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് 1 ലക്ഷം ക്യാഷും 3 ലക്ഷം ചെക്കുമായിട്ടാണ് അയാൾ മേടിച്ചിട്ട് ആ ഭൂമിയിൽ എന്തോ ക്രമക്കേടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ശരി താമസയോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. ആ പൈസ തിരിച്ചു ചോദിച്ചു. ഭൂ ഉടമ സമ്മതിച്ചു അത് തരാമെന്ന്. അയാളത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ബുദ്ധിമുട്ട്, അതായത് എൻ്റെ ഭർത്താവ് ജോലിയിലായിരുന്നു ബാംഗ്ലൂരിൽ, അതുകൊണ്ട് വരാനും പോകാനുള്ള ബുദ്ധിമുട്ട് പല പ്രാവശ്യം ഞങ്ങൾ വരുകയും പോവുകയും ചെയ്തെങ്കിലും കാര്യം നടന്നില്ല. അപ്പോഴാണ് ഇയാൾ നല്ല സമരിയക്കാരനെ പോലെ വന്ന് പറഞ്ഞത്, ഈ പൈസ ഞാൻ റിസീവ് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം, ബാങ്ക് അക്കൗണ്ട് തന്നാൽ മതി, അതിന് പകരം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചെക്ക് തരാമെന്ന് പറഞ്ഞ് ഒരു 4 ലക്ഷത്തിൻ്റെ ചെക്ക് ഞങ്ങൾക്ക് തന്നു അയാൾ. ആ ചെക്ക് പല പ്രാവശ്യം അയാളുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ഇടുമെങ്കിലും അത് വീണ്ടും ബൗൺസ് ആവും. അങ്ങനെ 3 പ്രാവശ്യം ബൗൺസായി. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി സിറ്റിയിൽ 228ഓളം റെയ്ഡുകൾ നടത്തിയതായും 37 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. 12 വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7,60,900 രൂപ കണ്ടെടുക്കുകയും 277 ഡോക്യുമെന്റ്സുകൾ 17.4 ഗ്രാം സ്വർണ്ണമാണ് നമ്മൾ ഇത് കണ്ടെടുത്തിരിക്കുന്നത്. 12 പേരെ പോലീസ് വിവിധ കേസുകളിലായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേര ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു. AWH സ്പെഷ്യൽ കോളേജിൽ BASLP കോഴ്സിൽ 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അനധികൃതമായി ഫീസ് ഈടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്ത്. വിഷയത്തിൽ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. AWH സ്പെഷ്യൽ കോളേജിലെ ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് ഫീസ് ആവശ്യപ്പെടുന്നുവെന്ന ആരോപണവുമായാണ് രക്ഷിതാക്കൾ രംഗത്തെത്തുന്നത്. 17 വിദ്യാർത്ഥികൾ അടങ്ങിയ ബാച്ചിന്റെ പ്രവേശന സമയത്തോ ബ്രോഷറിലോ ഇന്റേൺഷിപ്പ് ഫീസിനെക്കുറിച്ച് രക്ഷിതാക്കളെ അറിയിച്ചില്ലെന്നും നിലവിൽ 35,605 രൂപ ഇന്റേൺഷിപ്പ് ഫീസായി അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കോളേജിൽ നിന്നും പുറത്താക്കുമെന്ന് നിർദ്ദേശം നൽകിയെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. ഇന്റേൺഷിപ്പിന് സാധാരണ സ്ഥിതിയിൽ എവിടെയും തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവം. കാരണം ഹെൽത്ത് സയൻസിൽ ആദ്യമായിട്ടാണ് പാരാമെഡിക്കൽ കോഴ്സിന് ഇന്റേൺഷിപ്പിന് ഫീസ് ഇടാത്ത സ്ഥിതി ഞങ്ങളിൽ പെട്ടത്. കാരണം ഞങ്ങളുടെ കുട്ടികൾ വളരെ വീർപ്പോട്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം 3 years കോഴ്സ് കഴിഞ്ഞു, അത് മാനേജ്മെന്റ് സീറ്റും മെറിറ്റ് സീറ്റും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്.
അതിനുശേഷം അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഗുവാഹത്തി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള റിസൾട്ട് ലാസ്റ്റ് ഡിസംബർ 2013 പ്രഖ്യാപിച്ചത്. അതിനുശേഷമാണ് കുട്ടികൾക്ക് ഇതുപോലുള്ള ഒരു സ്ലിപ്പ് ക്ലാസ്സിൽ നിന്ന് ശരിക്കും ഒരു സ്റ്റാഫ് കൊടുത്തുവിട്ടത്. ഇന്റേൺഷിപ്പിന് 35,605 rupees ഓരോ കുട്ടികളും പേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങളിത് കോളേജിലേക്ക് കുട്ടികൾക്ക് തന്നെ മനസ്സിലായി. കാരണം ഇങ്ങനെ ഒരു ഫീസ് ആവശ്യമില്ലാത്തതാണ്, എന്തുകൊണ്ടാണ് ഈടാക്കാനുള്ള കാരണമെന്ന് അവരുടെ പാരന്റ്സിനെ അറിയിച്ചതുകൊണ്ട് ഞങ്ങൾ കോളേജുമായി ബന്ധപ്പെട്ടു. പക്ഷെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ളത്, മറ്റുള്ള അധികൃതർ ആരും തന്നെ മുന്നോട്ട് വരാതെ ഒറ്റൊരു പ്രിൻസിപ്പൽ ഡോക്ടർ PK അബ്ദുൽ ഖാദർ മാത്രമാണ് പാരന്റ്സായിട്ട് ഡീൽ ചെയ്യുന്നത്. വിഷയത്തിൽ വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ലെന്നും രക്ഷിതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഈ മാസം 14-ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ ജൂൺ 15 മുതൽ 31 വരെ വിതരണം ചെയ്യും. സംസ്ഥാനത്ത് ഈ മാസം 14 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ട്രോളിംഗ് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകും. ജൂൺ 15 മുതൽ 31 വരെയാണ് സൗജന്യ റേഷൻ നൽകുക. ഫിഷറീസ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളികൾ, പീലിംഗ് തൊഴിലാളികൾ എന്നിവർക്കാണ് റേഷൻ ലഭിക്കുക. ഈ മാസം 15-ന് മുമ്പ് താലൂക്ക്, മത്സ്യഭവൻ എന്നിവിടങ്ങളിൽ അപേക്ഷിച്ചാൽ മാത്രമേ റേഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ സൗജന്യ റേഷൻ ലഭിച്ചവർ ഈ വർഷം അപേക്ഷിക്കേണ്ടതില്ല. ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളും നിരോധനം നിലവിൽ വരും മുമ്പ് ജില്ലയുടെ തീരം വിട്ടുപോകണം. വിട്ടുപോകാത്ത ബോട്ടുകൾ പിടികൂടിയാൽ ട്രോളിംഗ് നിരോധന കാലയളവ് അവസാനിച്ച ശേഷമേ വിട്ടയക്കുകയുള്ളൂ. കൂടാതെ കടലിലൂടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകേണ്ട ബോട്ടുകൾ ജൂൺ 14-ന് മുമ്പ് തീരക്കടൽ വിട്ടുപോകണം. എന്നാൽ പരമ്പരാഗത മത്സ്യബന്ധന രീതികളിലൂടെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. കാലവർഷം ശക്തമാവുന്നതിനു മുൻപേ കൊമ്മേരി മായിൻ ബസാർ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. പ്രദേശത്തെ മഞ്ചക്കൽ തോട് ആഴം കൂട്ടുന്നതിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 40ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. കൊമ്മേരി മായൻ ബസാർ മിച്ചം ഭൂമി കോളനിയാണ് കാലവർഷം ശക്തമാകുന്നതിനു മുമ്പ് തന്നെ വെള്ളത്തിനടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായ മഴയിൽ 40ഓളം കുടുംബങ്ങളുള്ള ഈ പ്രദേശത്തെ ജനജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. പ്രദേശത്തുള്ള മഞ്ചക്കൽ തോട് ആഴം കൂട്ടാത്തതാണ് വെള്ളം കയറുന്നതിന് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോർപ്പറേഷൻ 20 ലക്ഷത്തിന്റെ ഫണ്ട് അനുവദിക്കുകയും മണ്ണ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ 2 വർഷങ്ങളായി ഈ പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഓരോ വർഷവും തോട് വൃത്തിയാക്കുന്നതിനായി ഓരോ വാർഡിനും അനുവദിക്കുന്ന തുക ചെറിയ തോടുകൾ വൃത്തിയാക്കുന്നതിന് പോലും മതിയായി വരുന്നില്ലെന്ന് കൌൺസിലർ കവിത അരുൺ പറയുന്നു. മഞ്ചക്കൽ തോടിന്റെ ശോചനീയാവസ്ഥയെ കൊണ്ടാണ് ഇപ്പോൾ ഈ കോളനിയിൽ ഏകദേശം 40ഓളം വീടുകളിൽ വെള്ളം കയറാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. കഴിഞ്ഞ വർഷങ്ങളിലും അതിന്റെ മുന്നത്തെ 2 വർഷങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള വെള്ളക്കയറ്റം ഉണ്ടായിട്ടില്ല. ആദ്യത്തെ വർഷം നമുക്ക് കോർപ്പറേഷൻ 20 ലക്ഷം രൂപ അനുവദിക്കുകയും 2 പാർശ്വഭിത്തി കെട്ടി മണ്ണ് മുഴുവൻ നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നെ അടുത്ത വർഷവും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ വർഷം യാതൊരു രീതിയിലുള്ള ഫണ്ടും ഈ ഭാഗത്തേക്ക് നമുക്ക് ലഭിച്ചിട്ടില്ല. സാധാരണ ഗതിയിൽ കോർപ്പറേഷൻ ഓടയിൽ നിന്ന് മണ്ണ് നിൽക്കാൻ 25,000 30,000 രൂപ വെച്ചിട്ട് ഓരോ വാർഡുകളിൽ അനുവദിക്കാറ്. പക്ഷേ ആ ഒരു തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ഓടകൾ മാത്രം മണ്ണ് നീക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം ഞാൻ കോർപ്പറേഷൻ അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ യാതൊരു നീക്കവും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചാൽ ചെറിയൊരു മഴ, അപ്പോൾ ആകെ 2-3 ദിവസമായിട്ട് മഴ പെയ്തില്ല. അപ്പോഴേക്ക് തന്നെ ഈ പ്രദേശത്തിലെ ആളുകൾ മുഴുവൻ വെള്ളത്തിന് അടിയിലായി. അപ്പോൾ ഏതായാലും ഈ ഒരു മഞ്ചക്കൽ തോട് എന്ന് പറഞ്ഞാൽ 4 വാർഡിലൂടെ പോകുന്ന തോടാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൊമ്മേരി വാർഡിലാണ്. അപ്പം നമുക്ക് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഈ സൈഡിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ആ ചെറിയൊരു മരത്തിന്റെ പാലം ഉണ്ടായിരുന്നു. ആ പാലം വരെ ഒലിച്ചു പോയ സ്ഥിതിവിശേഷമാണ്. അന്നുള്ള വരുമാനം കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരാണ് ഈ പ്രദേശവാസികളിലേറെയും. എന്നാൽ വെള്ളപ്പൊക്കം മൂലം ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ പലരും. 1-2 വർഷമായിട്ട് ഇങ്ങനെ വെള്ളം വരലില്ല. ഇപ്പോൾ കോർപ്പറേഷൻ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ എല്ലാ വീടുകളും വെള്ളത്തിൻ്റെ അടിയിലായിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ തോട് വൃത്തിയാക്കാത്ത കാരണത്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ജനങ്ങളും വെള്ളത്തിലാണ്. എല്ലാ വീടുകളും കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്. പല രോഗങ്ങളും വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാതെ ജീവിക്കുകയാണ്. വെള്ളം പൊന്തിയിട്ട് അകത്തൊന്നും ചെയ്യാൻ പറ്റൂല. എല്ലാ ഇതും വെള്ളം കൊണ്ട് ഉള്ള കളിയാ. കാലവർഷം ശക്തമാകുന്നതിനു മുമ്പേ പ്രശ്നത്തിനുള്ള ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ വിശ്വജിത്തിനൊപ്പം ഹർമ്യ മനോഹർ, ടൈം ന്യൂസ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ പേരിലുള്ള കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ. വിഷയം പഠിക്കാൻ പട്ടികജാതി കടാശ്വാസ കമ്മീഷനെ നിയമിക്കണമെന്നും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.
പട്ടികജാതി പട്ടികവർഗക്കാരുടെ പേരിലുള്ള മുഴുവൻ കടങ്ങളും ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളണമെന്നും ഇതിനെക്കുറിച്ച് പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കണമെന്നും SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പട്ടികജാതിക്കാരൻ വായ്പ എടുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന്, ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി. രണ്ടാമത്തത്, പട്ടികജാതി പെൺകുട്ടികളുടെ വിവാഹത്തിന് ഈ ഭവന നിർമ്മാണത്തിന് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ 2 ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിന് കൊടുക്കുന്നത്. ഈ 2 ലക്ഷം രൂപ കൊടുക്കുന്ന സമയത്ത് ആദ്യം തറയിടാൻ വേണ്ടി 30,000 രൂപയാണ് കൊടുക്കുന്നത്. ഈ 30,000 രൂപ ഒരു കല്ല് പോലും ഇന്നത്തെ കാലത്ത് അടിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത് പട്ടികജാതിക്കാരുടെ വീട് ഒന്നുകിൽ കുന്നിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ പോകാൻ പറ്റാത്ത ഏരിയകളിലാണ് പട്ടികജാതിക്കാരുടെ വീട്. ഇപ്പോഴത്തെ കടത്തു കൂലിയും കാരണം കൊണ്ട് പട്ടികജാതിക്കാർ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് പട്ടികജാതിക്കാരുടെ ഭവന ഗ്രാന്റ് 5 ലക്ഷം രൂപയാക്കണമെന്ന്. പക്ഷെ ഇപ്പോഴാണ് സമരം വളരെ ശക്തമായ സമരത്തിന് 2 ലക്ഷം രൂപയാണ്. സഹകരണ ബാങ്കുകൾ ജപ്തിയുടെ പേരിൽ പട്ടികജാതി വർഗ കുടുംബങ്ങളെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം സഹകരണ ബാങ്കുകളും വായ്പയെടുത്ത പട്ടികജാതി വർഗക്കാർ ഉപരോധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പട്ടികവർഗക്കാരായ കരിമ്പാലൻ സമുദായത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് 2013 മുതൽ TSP ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്ന് കരിമ്പാലൻ സമുദായ ക്ഷേമ ട്രസ്റ്റ് കേരള. ഇതിൽ പ്രതിഷേധിച്ച സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ. 2013 മുതൽ കരിമ്പാലൻ സമുദായത്തിൽപ്പെട്ടവർ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് TSP ഫണ്ട് അനുവദിച്ചില്ലെന്നും ഇതിനാൽ ഇവിടത്തെ പഞ്ചായത്തിൽ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നില്ലെന്നും കരിമ്പാലൻ സമുദായ ക്ഷേമ ട്രസ്റ്റ് കേരള. ഇതിൽ പ്രതിഷേധിച്ച് സംഘടനയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ധർണ അടക്കമുള്ള പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ട് വർഷമായി ഇപ്പോൾ ഒരു കൂട്ടം കിട്ടിയില്ല. നവാക്കാരെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പദ്ധതി രൂപീകരിക്കുക ചെയ്യുന്നു. ഇങ്ങനെ ബന്ധ പ്രശ്നങ്ങൾ ഗവൺമെന്റിൽ പറയുന്നത് ഗവൺമെന്റ് കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷനാണ് ഫണ്ടാക്കുന്നത്, ഞങ്ങളല്ല. അതായത് ഗവൺമെന്റ് തന്നെ പട്ടികവർഗ ഡയറക്ടറേറ്റ് ഒക്കെ ഡയറക്ടറോട് ഞങ്ങൾ ചോദിച്ചു, നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ പ്ലാനിംഗ് കമ്മീഷൻ അത് മറ്റേതെങ്കിലും ഒരു ഏജൻസി ഫണ്ടാക്കുന്നത്. ലോഡ് ഷെഡിംഗ് ഈ മാസം 25-നകം പിൻവലിക്കാൻ തീരുമാനം. കാലവർഷം ശക്തമാവുകയും ശബരിഗിരി പദ്ധതിയിലെ വൈദ്യുതി ഉൽപാദനം പുനഃസ്ഥാപിക്കുകയും ചെയ്തതിനാലാണ് ലോഡ് ഷെഡിംഗ് പിൻവലിക്കുക. സംസ്ഥാനത്ത് ഈ മാസം 25-നകം ലോഡ് ഷെഡിംഗ് പിൻവലിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. ശബരിഗിരി പദ്ധതിയിൽ 340 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം തടസ്സപ്പെട്ടത് 25-നകം പരിഹരിക്കാനാണ് തീരുമാനം. കൂടാതെ കാലവർഷം ശക്തമായി ലഭിക്കുകയും വേണം ലോഡ് ഷെഡിംഗ് പിൻവലിക്കാൻ. സെപ്റ്റംബർ 30 മുൻപ് സമ്പൂർണ്ണ വൈദ്യുതീകരണം പൂർത്തിയാകും. അതേസമയം മൺസൂൺ തുടങ്ങി ഇതുവരെയായിട്ടും ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയിട്ടില്ല. സംഭരണിയിൽ ഇപ്പോൾ ആകെ 17.25% വെള്ളമേയുള്ളൂ. പരമാവധി ശേഷി 2403 അടിയാണ്. കഴിഞ്ഞ വർഷം മൺസൂണിലെ ആദ്യ ആഴ്ചയിൽ 225 മീറ്റർ മഴ പെയ്തതിനാൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങിയിരുന്നു. ചൊവ്വാഴ്ച ഇടുക്കി സംഭരണിയിലെ ജലനിരപ്പ് 2311.10 അടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 2303.6 അടിയായിരുന്നു. മുമ്പ് കനത്ത മഴ ലഭിച്ചതിനാലാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത്. മൂലമറ്റത്ത് വൈദ്യുതി ഉൽപാദനം താരതമ്യേന മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 10.645 ദശലക്ഷം യൂണിറ്റാണ് കഴിഞ്ഞ ദിവസത്തെ ഉൽപാദനം. ശബരിഗിരി, കായംകുളം, കുടംകുളം പദ്ധതികളിൽ നിന്ന് വൈദ്യുതി കിട്ടുന്നതിന് തടസ്സം നേരിട്ടതുമാണ് ഇപ്പോൾ പവർ കട്ട് നിലനിൽക്കാൻ കാരണം. എന്നാൽ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തിപ്പെട്ടേക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തി. ചൊവ്വാഴ്ച സംസ്ഥാന വ്യാപകമായി മഴ ലഭിച്ചിരുന്നു. വരും ദിവസങ്ങളിലും കാലവർഷം ശക്തമായാൽ ഈ മാസം 25-ന് മുമ്പ് ലോഡ് ഷെഡിംഗ് പിൻവലിക്കാനാണ് പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. MSM സംസ്ഥാന പ്രതിനിധി സമ്മേളനം 14-15 തീയതികളിൽ JDT ഇസ്ലാം കോളേജിൽ നടക്കും. ET മുഹമ്മദ് ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MSM സംസ്ഥാന പ്രതിനിധി സമ്മേളനം ജൂൺ 14-15 തീയതികളിൽ JDT ഇസ്ലാം ക്യാമ്പസിൽ നടക്കും. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്ന് ലഹരി ബോധവൽക്കരണ പരിപാടികളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് സമ്മേളനത്തിൽ പ്രധാനമായി ചർച്ച ചെയ്യുക. സമ്മേളനം ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന പ്രതിനിധി സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MSMനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ ധാർമ്മികമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന MSM നിരവധി പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ട്രയംഫ് ടാലൻസ് ഗാദറിംഗ്
SSLC +2 പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു അനുമോദന ചടങ്ങ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ എല്ലാ ജില്ലകളിലും അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവധിക്കാലത്ത് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയും 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ബട്ടർഫ്ലൈസ് ക്യാമ്പ്, അതിനു മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടി ജാലകം ക്യാമ്പുകൾ, വിഷൻ ഇസ്ലാമിക് ഓറിയന്റേഷൻ ക്യാമ്പ് തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മഴക്കാലജന്യ രോഗങ്ങൾ തടയാൻ കോർപ്പറേഷൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുമ്പോഴും കല്ലായി പാലത്തിന് സമീപത്തെ മാലിന്യക്കൂമ്പാരം കുന്നുകൂടുകയാണ്. കുടുംബശ്രീ പ്രവർത്തകരും കോർപ്പറേഷൻ തൊഴിലാളികളുമാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കേരളത്തിൽ മഴക്കാലം വരവറിയിച്ചതോടുകൂടി സർക്കാർ മഴക്കാലജന്യ രോഗങ്ങൾ തടയാൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഈ പ്രവൃത്തികൾ വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന്. കല്ലായി പാലത്തിന് സമീപമാണ് ഈ നിറഞ്ഞു നിൽക്കുന്ന മാലിന്യ കൂമ്പാരങ്ങളുടെ ദൃശ്യം. എന്നാൽ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ ഉത്തരവാദികൾ ആരാണെന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. മറ്റാരുമല്ല, മാലിന്യ സംസ്കരണത്തിൽ പേരുകേട്ട കുടുംബശ്രീ പ്രവർത്തകരും കോർപ്പറേഷനുമാണ്. കുടുംബശ്രീ പ്രവർത്തകർ ദിവസവും ഇവിടങ്ങളിൽ വന്ന മാലിന്യങ്ങൾ ശേഖരിക്കാറുണ്ടെങ്കിലും മാലിന്യങ്ങൾ തരംതിരിച്ച് ബാക്കി വരുന്ന മാലിന്യങ്ങൾ ഇവിടെ തന്നെ നിക്ഷേപിക്കാറാണ് പതിവെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. സാധനം നല്ലത് ഇട്ട് പോവാ, എന്നിട്ട് അവരെന്നെ അതിനെന്താ നല്ലത് വേർതിരിക്കുക, നല്ലത് മാത്രം എടുത്ത് കൊണ്ടുപോവാ, ആവശ്യമില്ലാതെ വേസ്റ്റ് ചണ്ടി കംപ്ലീറ്റ് വിട്ട് പോവാ. ബാക്കിയുള്ളവർ ഇതിങ്ങനെ ചീഞ്ഞ് നാറണമാര് ബാക്കിയുള്ളവർ സഹിക്കുക. ഇതിപ്പോ ചുരുക്കി പറയാൻ ഒരു ഹാഫ് നെളിയമ്പാറുമായിരിക്കും ഈ കല്ലായി മേഖല. എന്നാൽ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേയുടെ സ്ഥലം കോർപ്പറേഷൻ പാട്ടത്തിനടുത്ത് മാലിന്യ സംസ്കരണത്തിൽ വേർതിരിച്ച് തരംതിരിക്കാനും ബാക്കി വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ തന്നെ നിക്ഷേപിക്കാനും അനുമതി വാങ്ങിയിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷത്തോളമായി ഈ സ്ഥലം സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്തിട്ട്. എന്നാലും ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെയാണ് കോർപ്പറേഷൻ മാലിന്യങ്ങൾ കത്തിക്കാറ്. എന്നാൽ ഈ സ്ഥലം സ്വകാര്യ വ്യക്തികൾ ഏറ്റെടുത്തതോടുകൂടി കുടുംബശ്രീ പ്രവർത്തകരും കോർപ്പറേഷനും ഇപ്പോൾ മാലിന്യം നിക്ഷേപിക്കുന്നത് കല്ലായി പാലത്തിനോട് ചേർന്നുകൊണ്ടുള്ള റോഡരികിലാണ്. എന്നാൽ ഈ സ്ഥലം പ്രീമിയർ ടെമ്പോ സ്റ്റാൻഡായും ലോറികൾ പാർക്ക് ചെയ്യാനുമായി അനുമതിയുള്ള സ്ഥലമാണെന്നും ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ മാലിന്യങ്ങൾ കുന്നുകൂടിയിരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എല്ലാവരും കംപ്ലൈന്റ് ചെയ്താ കോർപ്പറേഷൻ ഒരു മൈൻഡില്ല. അതിന്റെ ഇവിടെ വാസന ഉണ്ടാവും, ചത്ത പതുക്കെ ഇവിടെ റോട്ടുമിലൊക്കെ ആയിരിക്കും ഇവര് പോകുമ്പോൾ വണ്ടിയിൽ നിന്ന് വീണു പോവാ. എന്നിട്ട് അത് ഞങ്ങൾ എടുത്തിട്ടാണ് കുഴിച്ചിട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയത്. കുടുംബശ്രീക്കാർ ഇവിടുന്ന് സാധനം കയറ്റിട്ടുണ്ട്, ഇവിടെ ഇറക്കിയിടുന്നുണ്ട്. വേറെ 2 വണ്ടി വന്നാൽ ഒരു വണ്ടിയിൽ നിന്ന് ഇവിടെ ഇറക്കിയിടും, ഒരു വണ്ടിയിൽ കയറ്റി പോകും, ബാക്കി ബാലൻസ് വരുന്ന ഇവിടെ ഇടും. പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഹോസ്പിറ്റലുകളിലെ സിറിഞ്ച്, മരുന്ന് കുപ്പികൾ, ചീഞ്ഞളഞ്ഞ മൃഗാവശിഷ്ടങ്ങൾ, പമ്പസുകൾ, ബാർബർ ഷോപ്പിലെ മാലിന്യങ്ങൾ, ക്ലോസറ്റുകൾ തുടങ്ങിയ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ മഴക്കാലം വന്നതോടുകൂടി ഈ മാലിന്യം ചീഞ്ഞളഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ മാലിന്യം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റോഡിലേക്ക് കടന്നാണ് ഇപ്പോൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കൂടാതെ സന്ധ്യാസമയങ്ങളിൽ ഇവിടെ കൊതുക് ശല്യവും ഇത് കാരണത്തിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നും ദുർഗന്ധം സഹിച്ച് ഈ ഭാഗങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ വരെ ആരും എത്താത്ത സ്ഥിതിവിശേഷമാണുള്ളതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. എന്നാൽ ഇതിനെതിരെ നിരവധി തവണ കോർപ്പറേഷനും വാർഡ് മെമ്പർമാർക്കും പരാതി സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അധികാരികൾ ഒരു പരിഹാരവും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വ്യാപാരികളെല്ലാവരും ചേർന്ന് ഒപ്പുശേഖരണം നടത്തി വാർഡ് കൌൺസിലർക്ക് പുതിയ പരാതി സമർപ്പിക്കാനാണ് പരിപാടി. മഴക്കാലം വരവറിയിച്ചതോടുകൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കാലജന്യ രോഗങ്ങളെ തടയാൻ സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. എന്നാൽ കല്ലായിലെ ഈ കാഴ്ച കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലെന്ന്. ക്യാമറമാൻ വിനീഷിനൊപ്പം ഷഹദ് റഹ്മാൻ, ടൈം ന്യൂസ്. ഡിവൈഎഫ്ഐ നല്ലളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും അവാർഡ് സമർപ്പണവും നടന്നു. VKC മുഹമ്മദ് കോയ പരിപാടിയിൽ മുഖ്യാതിഥിയായി. ഡിവൈഎഫ്ഐ നല്ലളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണവും വിദ്യാഭ്യാസ അവാർഡ് ദാന സമർപ്പണവും നടന്നു. MLA എളമരം കരീം ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ VKC മുഹമ്മദ് കോയ മുഖ്യാതിഥിയായിരുന്നു. വിജയം നേടി അവാർഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഡിവൈഎഫ്ഐ 19ാമത്തെ വർഷത്തിൽ തുടർച്ചയായി നടത്തിവരുന്ന പരിപാടി ഇന്ന് പൂർവാധികം ഗംഭീരമായിട്ടുള്ള നിലയിലാണ് നടത്തുന്നത്. ഇവിടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നത് കൂടാതെ അവസരരായ ജനവിഭാഗത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി കൂടി തയ്യാറാക്കി അതിൻ്റെ ഒരു കൈമാറ്റമാണ് ഞാനിപ്പോൾ നടത്തിയിട്ടുള്ളത്. ഡിവൈഎഫ്ഐ നല്ലളം മേഖലാ പ്രസിഡന്റ് കെ ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി വത്സരാജ്, എൻ രാജേഷ്, സി ഷിജു, സി അനീഷ് കുമാർ, കെ എം റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു.
ബേപ്പൂർ ഗോദീശ്വരം തീരപ്രദേശത്ത് കടലാക്രമണം രൂക്ഷമാകുന്നതോടെ തീരദേശവാസികൾ ഭീതിയിലാണ്. 50ഓളം കുടുംബങ്ങളാണ് കടലാക്രമണ ഭീതിയിൽ നാളുകൾ തള്ളി നീക്കുന്നത്. കാലവർഷം ശക്തമാകുന്നതോടെ ബേപ്പൂർ ഗോദീശ്വരം ഭാഗത്തെ തീരദേശവാസികൾ ഭീതിയിലാണ് കഴിയുന്നത്. കടൽ ഭിത്തിയില്ലാത്തത് കാരണം കടൽക്ഷോഭം രൂക്ഷമായാൽ ഇവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. 50ഓളം കുടുംബങ്ങളാണ് പ്രദേശത്ത് ഭീതിയിൽ കഴിയുന്നത്. കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനു വേണ്ടി പ്രദേശവാസികൾ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മഴക്കാലം ശക്തമാകുന്നതോടെ പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമാകും. വെള്ളം കയറുന്നത് കാരണം പ്രദേശത്തു മിക്ക റോഡുകളും തകരാറിലായ അവസ്ഥയാണ്. കഴിഞ്ഞ വർഷത്തെ കടൽക്ഷോഭത്തിൽ ഇവിടെ നിരവധി നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായുള്ള വേൾഡ് കപ്പ് സൂമിൻ. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരള ഫുട്ബോൾ ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇറക്കിയ ആശംസാഗാനം. വെസ്റ്റേൺ ശൈലിയോടൊപ്പം ഇന്ത്യൻ സംഗീത ശൈലി കൂടി ചേർത്താണ് ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരള ഫുട്ബോൾ ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പുറത്തിറക്കിയ ലോകകപ്പ് ആശംസാ ഗാനം. വെസ്റ്റേൺ ശൈലിയോടൊപ്പം ഇന്ത്യൻ സംഗീത ശൈലി കൂടി ചേർത്താണ് ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. കുന്നമംഗലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കേരള ഫുട്ബോൾ ട്രെയിനിംഗ് സെന്ററിന്റെ കോച്ച് പ്രസാദ് വി ഹരിദാസനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ലോകകപ്പിനോടനുബന്ധിച്ച് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന KFTC നൽകുന്നൊരു ചെറിയ ഉപഹാരമാണ് ഞങ്ങളുടെ ഈ ലോകകപ്പ് പാട്ട്. ഇതിൻ്റെ പാട്ടിൻ്റെ വരികളും സംഗീതവും ആലാപനവും ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് തന്നെയാണ് കിട്ടിയത്. ഇതിൻ്റെ പിന്നണിയിൽ ഓർക്കസ്ട്രേഷൻ ഹരീഷ് ബാബുവും CK സുബോധും, ഇതിൻ്റെ സംവിധാനം ശ്യാമും, ഇതിൻ്റെ എഡിറ്റിംഗ് നിഖിലും, ഇതിൻ്റെ ക്യാമറ ഗിരീഷ് രാമൻ, അബി നല്ലളം, വിനീഷ് തുടങ്ങിയ സുഹൃത്തുക്കളാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് കേരള ഫുട്ബോൾ ട്രെയിനിംഗ് സെന്റർ. ലോകകപ്പ് നേടിയ 8 രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞാണ് വിദ്യാർത്ഥികൾ ആശംസാഗാനത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കോങ്കോസ്, റിതം പാഡ്, തകിൽ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അണിയറ പ്രവർത്തകരായി ഹരീഷ് ബാബു, മണികണ്ഠൻ, ബേബി കൃഷ്ണദാസ്, CK സുബോധ് എന്നിവരുമുണ്ട്. ഫുട്ബോൾ പ്രേമികളുടെ നാടായ കോഴിക്കോട് ആശംസാഗാനത്തെ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആവേശമായി ആഘോഷമായി ലോകകപ്പിൻ ആരവമായി കായിക താളലയങ്ങളിതാ കാഹളമായി ചിറകടികളിതാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കണ്ണൂർ കാലിക്കറ്റ് VC-മാരെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ. ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി സിറ്റി പരിധിയിൽ 37 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും 12 പേരെ അറസ്റ്റ് ചെയ്തതായും സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ് IPS. AWH സ്പെഷ്യൽ കോളേജിൽ BASLP കോഴ്സിൽ 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അനധികൃതമായി ഫീസ് ഈടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രക്ഷിതാക്കൾ രംഗത്ത്. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.